കുടുംബ പ്രേക്ഷകരുടെ പ്രിയതാരം നിവിൻ പോളിയുടെ ബോക്സ് ഓഫീസിലെ തിരിച്ചുവരവ് ആഘോഷിച്ചെടുത്ത മാസമായിരുന്നു കഴിഞ്ഞുപോയത്. ഡിസംബർ അവസാന വാരം തിയേറ്ററിലെത്തിയ സഫലമായ 4 ആഴ്ചയോളം നിറഞ്ഞ സദർശിൽ പ്രദർശനം നടത്തിയിരുന്നു. 150 കോടിയായിരുന്നു ചിത്രം ആകെ നേടിയത്. നിവിന്റെ കരിയറിലെ ഏറ്റവും വലിയ വിജയമായി സർവമായ മാറുകയും ചെയ്തു. എന്നാൽ സർവമായയുടെ വിജയാഘോഷം മാറുന്നതിന് മുമ്പേ താരത്തിന്റെ അടുത്ത ചിത്രവും പ്രദർശനത്തിനെത്തിയിരുന്നു. അരുൺ വർമ്മ സംവിധാനം ചെയ്ത ബേബി ഗേളിന്റെ സർവമായയുടെ വിജയം ആവർത്തിക്കാൻ സാധിച്ചില്ല. ചിത്രം ബോക്സ് ഓഫീസിൽ വൻ പരാജയമായി മാറി. റിലീസ് ചെയ്ത് 3 ആഴ്ച പിന്നിടുമ്പോൾ തന്നെ ചിത്രം OTTയിൽ എത്തുകയാണ്. ഇതോടെ ചിത്രത്തിന്റെ ഫൈനൽ കളക്ഷനും സിനിമാ പേജുകൾ പുറത്തുവിട്ടു. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് 7.2 കോടി മാത്രമാണ് ചിത്രം നേടിയത്. ചിത്രത്തിന്റെ ബജറ്റ് എത്രയാണെന്ന് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടില്ല. ബജറ്റ് എത്ര തന്നെ ആയാലും ചിത്രം ബോക്സ് ഓഫീസിൽ ദുരന്തമായി മാറിയിരിക്കുകയെന്ന് ട്രാക്കർമാർ അഭിപ്രായപ്പെടുന്നു. കേരളത്തിൽ നിന്ന് ആകെ 4.1 കോടിയാണ് ബേബികൾ നേടിയത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 1.2 കോടിയും ഓവർസീസിൽ നിന്ന് 1.9 കോടിയും ചിത്രം നേടി. ഈയടുത്ത് വന്നതിൽ 10 കോടിക്ക് താഴെ ഫൈനൽ കളക്ഷൻ വന്ന സൂപ്പർ താര ചിത്രങ്ങളുടെ പട്ടികയിൽ ബേബി ഗേളും ഇടം പിടിച്ചിരിക്കുകയാണ്. പൃഥ്വിരാജ് നായകനായ വിലായത്ത് ബുദ്ധ, വിനീത് ശ്രീനിവാസന്റെ ബിഗ് ബജറ്റ് ആക്ഷൻ ചിത്രം കരം, ഫഹദ് ഫാസിലിന്റെ ഓടും കുതിര ചാടും കുതിര എന്നീ ചിത്രങ്ങളും 10 കോടി പോലും നേടാനാകാതെയാണ് കളം വിട്ടത്. എന്നാൽ ബോക്സ് ഓഫീസിൽ മുൻ ചിത്രം 100 കോടിയിലേറ്റ് നേടിയിട്ടും അടുത്ത സിനിമയിൽ അതിന്റെ അഡ്വാൻറ്റേജ് ഒരു തരത്തിലും മുതലെടുക്കാൻ നിവിന് സാധിക്കാത്തതും പലരും ചർച്ച ചെയ്യുന്നുണ്ട്. കംബാക്കിന് ശേഷം ഇത്ര പെട്ടെന്ന് ഗോ ബാക്ക് ആയോ എന്നാണ് പലരും ചോദിക്കുന്നത്. സർവ്വമായ്ക്ക് മുമ്പേ ഷൂട്ട് തീർന്ന ചിത്രമായിരുന്നു ബേബി ഗേൾ.